സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 11-ാമത്തെ അധ്യായമാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. വസിഷ്ഠ മഹർഷിയുടെ ശാപം നേടിയ സത്യവ്രതൻ ആ ശാപം കാരണം ത്രിശങ്കുവായി തീർന്ന കഥയാണ് പറഞ്ഞു നിർത്തിയത്. ആ ത്രിശങ്കുവിൻ്റെ കഥയെയാണ് ഇവിടെ ഈ അധ്യായത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ ജനമേജയൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ശ്രീ വേദവ്യാസ ഋഷി വർണ്ണിക്കുന്നത്. വസിഷ്ഠേന ച ശപ്തോസൗ ത്രിശങ്കുർനൃപതേ സുത കഥം ശാഭാദ് വിനിർമുക്തന്മേ ബ്രൂഹി മഹാമതേ. വസിഷ്ഠൻ ശപിക്കപ്പെട്ട അരുണൻ്റെ പുത്രനായിട്ടുള്ള സത്യവ്രതൻ ആയിട്ടുള്ള ഈ ത്രിശങ്കു ശാപത്തിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് മുക്തനായത് എന്നുള്ളതിനെ ജനമേജയൻ അറിയാൻ ആഗ്രഹിച്ച് ചോദിക്കുന്നു. അത് വ്യാസൻ പറയുകയാണ്. വസിഷ്ഠനാൽ ശപിക്കപ്പെട്ട ഈ സത്യവ്രതൻ പിശാചത്വം പ്രാപിച്ച് ആകാശത്തിൽ തന്നെ ദേവീഭക്തിയിൽ മുഴുകിക്കഴിഞ്ഞു. ഒരു ദിവസം അദ്ദേഹം നവാക്ഷരമന്ത്രം ജപിച്ച് ഹോമിക്കാൻ വേണ്ടി ബ്രാഹ്മണരെ സമീപിച്ച് നമസ്കരിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി പറഞ്ഞു, ഇവിടെയുള്ള നിങ്ങളെല്ലാം എൻ്റെ യജ്ഞത്തിൽ ഋത്വിക്കുകളാകണം. ഋത്വിക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ യാഗയജ്ഞങ്ങളിലൊക്കെ മന്ത്രം ജപിച്ച് ഹോമാദി കർമ്മങ്ങൾ ചെയ്യുന്നവരെയാണ് ഋത്വിക്കുകൾ എന്ന് പറയുക. വിധിയനുസരിച്ച് ജപത്തിൻ്റെ 10-1 കൊണ്ട് ഹോമം നടത്തണമല്ലോ. വേദജ്ഞരും കൃപാനിധികളുമായിട്ടുള്ള നിങ്ങൾ എൻ്റെ യജ്ഞം നടത്തിത്തരണം. രാജകുമാരനായിട്ടുള്ള സത്യവ്രതനാണ് ഞാൻ എന്നൊക്കെ അവരോട് അപേക്ഷിച്ചു. അത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണരെ അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങിപ്പോൾ വസിഷ്ഠ ഗുരുവിൻ്റെ ശാപത്താൽ പിശാചത്വം പ്രാപിച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് യാഗം ചെയ്യാൻ അർഹനല്ല. അതുകൊണ്ട് വേദാധികാരമില്ലാതെ കണ്ടായി. യാഗം ചെയ്യാൻ അങ്ങ് പറഞ്ഞതുമാതിരി അങ്ങയ്ക്ക് വേണ്ടി യാഗം ചെയ്യാൻ കഴിയില്ല എന്ന് ആ ബ്രാഹ്മണര് അദ്ദേഹത്തിനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജാവിന് വളരെ ദുഃഖമുണ്ടായി. ഈ ജീവിതം എത്ര നിന്ദ്യമാണ്, കാട്ടിൽ പാർത്തുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക? അച്ഛനുപേക്ഷിച്ചു, ഗുരുവായ വസിഷ്ഠൻ ശപിച്ചു, രാജ്യത്തിൽ നിന്ന് ഭ്രഷ്ടനായിത്തീർന്നു, എന്താ ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചതായിട്ടുള്ള അദ്ദേഹം വിറക് കൊണ്ട് വലിയ ഒരു ചിതയുണ്ടാക്കി എന്നാണ് പറയണത്. ആ ചിതയിൽ അഗ്നി കൊളുത്തി ചാടിക്കളയാമെന്ന് കരുതി. എന്നിട്ട് ജഗത് അംബികയായിട്ടുള്ള ചണ്ഡികയെ ധ്യാനിച്ചു. മഹാമായിയെ ധ്യാനിച്ചുകൊണ്ട് കത്തിജ്വലിക്കുന്ന ചിതയ്ക്ക് മുന്നിൽ കുളിച്ച് കൈതൊഴുതുകൊണ്ട് ദാ ആ അഗ്നിയിലേക്ക് ചാടാൻ ഒരുങ്ങി നിന്നു. സത്യവ്രതൻ എന്ന് പറഞ്ഞ ത്രിശങ്കു ആ ചിതയിൽ ചാടി മരിക്കാൻ തുടങ്ങണു എന്ന് ദേവിക്ക് മനസ്സിലായി. പെട്ടെന്ന് അവൻ്റെ മുമ്പിലായി ആകാശത്ത് ദേവി പ്രത്യക്ഷമായി. സിംഹാരൂഢയായിട്ടുള്ള ദേവീ ദർശനം നൽകിക്കൊണ്ട് മേഘഗംഭീരമായിട്ടുള്ള സ്വരത്തിൽ ദേവി രാജകുമാരനോട് പറയുകയാണ്, ദിവ്യൗവാച കിം തേ വ്യവസിതം സാധോ ഹതാശോ മാ തനും ത്യജ
സ്ഥിരോ ഭവ മഹാഭാഗപിതാ തേ ജരസാന്വിത രാജ്യം ദത്വാ വനേ തുഭ്യം ഗന്ധാസ്തിത്തപസേ കില വിഷാദം ത്യജഹേ വീര പരശോഹനി ഭൂപതേ. ദേവി പറയാണ്, നിൻ്റെ ഉദ്ദേശം എന്താണ്? നിരാശനായിട്ട് ശരീരം ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ധൈര്യം സംരംഭിക്കുക. നിൻ്റെ പിതാവ് വൃദ്ധനാണ്. നിൻ്റെ അച്ഛൻ മറ്റന്നാൾ രാജ്യം നിനക്ക് നൽകിയിട്ട് തപസ്സിനായി വനത്തിലേക്ക് പോകും. അതുകൊണ്ട് നീ വിഷമിക്കണ്ട. നിൻ്റെ അച്ഛൻ്റെ മന്ത്രിമാർ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും. എൻ്റെ പ്രസാദത്താൽ നിൻ്റെ പിതാവ് നിനക്ക് സിംഹാസനം തന്ന് നിന്നെ അഭിഷേകം ചെയ്ത് രാജാവാക്കും. എന്നൊക്കെ ദേവി വന്നത് അനുഗ്രഹിച്ചു. ആഗ്രഹങ്ങളെല്ലാം വെടിഞ്ഞ് ബ്രഹ്മലോകത്തേക്ക് പോകും അദ്ദേഹം എന്നത് തീർച്ചയാണ് എന്ന് ദേവി അനുഗ്രഹിച്ചു. ഇങ്ങനെ പറഞ്ഞ ദേവി അന്തർധാനം ചെയ്തു. തീയിൽ ചാടി മരിക്കുന്നതിൽ നിന്ന് ആ ത്രിശങ്കു പിന്മാറി. ആ സമയത്താണ് മഹാത്മാവായ നാരദ മഹർഷി അയോധ്യയിൽ ചെന്നത്. സകല വൃത്താന്തങ്ങളും നാരദൻ ഇദ്ദേഹത്തിൻ്റെ പിതാവായ അരുണനെ, അദ്ദേഹമാണല്ലോ ഇപ്പോൾ രാജാവ്, അരുണനോട് പറഞ്ഞു. പുത്രൻ മരിക്കാൻ ശ്രമിച്ച വിവരം അറിഞ്ഞ രാജാവ് മനസ്സിന് വളരെ ദുഃഖിതനായി. ധർമാത്മാവായിട്ടുള്ള രാജാവ് പുത്രശോകത്തിൽ മുഴുകിയിട്ട് മന്ത്രിമാരോട് പറഞ്ഞു, എൻ്റെ പുത്രൻ്റെ സാഹസപ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണുമല്ലോ. എൻ്റെ പുത്രൻ ബുദ്ധിമാനായിട്ടുള്ള സത്യവ്രതനെ ഞാൻ കാട്ടിലേക്ക് ആട്ടിപ്പായിച്ചു. എൻ്റെ ആജ്ഞ സ്വീകരിച്ച് അവനും ഉടൻ തന്നെ കാട്ടിലേക്ക് പോയി. ധനമില്ലാത്തവനാണെങ്കിലും ആ ദേവിയെ അവിടെ ഇരുന്നു കൊണ്ട് ഇത്രയും കാലം ഭജിച്ച് ആ കാട്ടിൽ കഴിച്ചുകൂട്ടി. നടുവിൽ വസിഷ്ഠൻ അവനെ ശപിച്ചു. കുലഗുരുവായിട്ടുള്ള വസിഷ്ഠൻ നമ്മുടെ ഗുരു തന്നെ ശപിച്ചു, പിശാചതുല്യനുമാക്കി. അവനിപ്പോൾ ഇത് ആഘാത ദുഃഖത്തിലായിട്ട് ചിതയിൽ ചാടി മരിക്കാൻ ഒരുങ്ങി. മഹാദേവി അവനെ അതിൽ നിന്ന് തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വേഗം ചെന്ന് ജ്യേഷ്ഠപുത്രനും മഹാബലവാനുമായിട്ടുള്ള അവനെ നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ഇപ്പോൾ തന്നെ കൂട്ടിക്കൊണ്ടുവരണം. ഭരണനിപുണനായിട്ടുള്ള അവനെ രാജ്യാഭിഷേകം ചെയ്ത് ശാന്തനായിട്ട് തപസ് ചെയ്യാൻ വനത്തിലേക്ക് പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് രാജാവ് ആ മന്ത്രിമാരെയെല്ലാം അതിനുവേണ്ടി നിയോഗിച്ചു. സത്യവ്രതനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അത്യധികം സന്തോഷമുള്ള മന്ത്രിമാർ വനത്തിലേക്ക് പോയി അവൻ്റെ അടുത്തേക്ക്. അദ്ദേഹത്തിനെ ബഹുമാനപൂർവം അയോധ്യയിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. ജടാധാരിയാണ്. കാട്ടിലെ വാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിനെ ബാധിച്ചിട്ടുണ്ട്. ചിന്തകളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. അങ്ങനെയുള്ള സത്യവ്രതനെ കണ്ട രാജാവ് ചിന്തിച്ചു, ഞാൻ എത്ര നിഷ്ഠൂരമായിട്ടുള്ള കർമ്മമാണ് ചെയ്തത്. ഇവനെ ഞാനാണല്ലോ ആട്ടി കാട്ടിലേക്ക് പറഞ്ഞയച്ചത് എന്നൊക്കെ അദ്ദേഹം വിചാരിച്ചു. എന്തായാലും പുത്രനാണ്. ആ പുത്രസ്നേഹത്തോടു കൂടി അവനെ പുണർന്നു, ആശ്വസിപ്പിച്ചു. അടുത്തുള്ള ആസനത്തിലിരുത്തി മകനോട് പ്രേമപൂർവം പറഞ്ഞു, നീ നീതിശാസ്ത്ര നിപുണനാണ്, ധർമ്മത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം, ബ്രാഹ്മണരെ ബഹുമാനിക്കണം, ന്യായമായിട്ട് വരുന്ന ധനത്തിനെ സ്വീകരിച്ചുകൊണ്ട് പ്രജകളെ സദാ സംരക്ഷണം ചെയ്ത് ഒരിക്കലും അസത്യം പറയാതെ തെറ്റായ അസത്യമായിട്ടുള്ള വഴിയിൽ കൂടി പോകാതെ ശിഷ്ടന്മാർ അനുശാസിക്കുന്നത് ചെയ്തുകൊണ്ട് തപസ്സുകളെ പൂജിച്ചുകൊണ്ട്
ക്രൂരന്മാരായിട്ടുള്ള അധർമ്മികളായിട്ടുള്ള ശത്രുക്കളെ വധിച്ചുകൊണ്ട് ഇന്ദ്രിയ ജയം നേടിക്കൊണ്ട് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് കർമ്മനിരതനായിരിക്കണം നീ മുതലായിട്ടുള്ള, അതായത് ആ രാജ്യഭരണം ഇനി തൻ്റെ മകന് കൊടുക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ അത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് എപ്രകാരമായിരിക്കണം ആ രാജ്യഭരണം ചെയ്യേണ്ടത് ഒരു രാജാവ് എന്നുള്ള മാതൃക തൻ്റെ പുത്രന് സത്യവ്രതന് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ അരുണൻ ചെയ്യുന്നത്. ഏതായാലും ബാക്കി ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ ഹരയേ നമഃ.